ഹേമന്ത് സോറന്റെ ഭാര്യയും ജെഎംഎം നേതാവുമായ കൽപ്പന സോറൻ സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, കൽപ്പന സോറൻ നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇതിനായി ഡൽഹിയിൽ എത്തിയപ്പോഴായിരുന്നോ കൂടിക്കാഴ്ച? പ്രവിത, നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയതാണ് കൽപ്പന സോറൻ. കെജ്രിവാളിന്റെ ഭാര്യയുമൊത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൽപ്പന സോറൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജാർഖണ്ഡിൽ എന്താണോ സംഭവിച്ചത്, സമാനമായ സാഹചര്യമാണ് ഡൽഹിയിലും ഉള്ളത്. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, അതിനെ തുടർന്ന് തന്നെയാണ് ഹേമന്ത് സോറനും ഇത്തരത്തിൽ ഇഡിയുടെ ഭാഗത്തും ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നത്. സമാനമായ നിലയിലുള്ള സാഹചര്യമാണ് ഡൽഹിയിലുമുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൽപ്പന സോറൻ നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഡൽഹിയിലെത്തിയ കൽപ്പന സോറൻ സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോഴത്തെ സാഹചര്യമെല്ലാം തന്നെ സുനിത കെജ്രിവാൾ ഹേമന്ത് സോറന്റെ ഭാര്യയുമായി സംസാരിച്ചു. എന്തായാലും ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിയിൽ പിന്തുണ കൽപ്പന സോറൻ ഇപ്പോൾ സുനിത കെജ്രിവാളിന് നൽകിയിട്ടുണ്ട്. കൂടിക്കാഴ്ച അവസാനിച്ച് ഹേമന്ത് സോറന്റെ ഭാര്യ ഇപ്പോൾ വീട്ടിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഹേമന്ത് സോറന്റെ ഭാര്യയും ജെഎംഎം നേതാവുമായ കൽപ്പന സോറൻ സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കൽപ്പന സോറൻ നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും. കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഈ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.